ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടെ ഒരു കാര്യത്തിനു കൂടി തീരുമാനമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ പക്ഷേ നഷ്ടം ആർക്കാണ് എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിക്കും മകനും മാത്രമാണ്. ഒന്നുകൂടി പരിശോധിച്ചാൽ കനത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും മാത്രമാണ്. കാരണം വെള്ളാപ്പള്ളി കാര്യം മുൻകൂട്ടി കണ്ട് പിണറായിയുടെ കാറിൽ കയറി പണ്ടേ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇതോടെയാണ് BJP-യിൽ കിടന്ന് ഞെരുങ്ങി തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിയേണ്ടി വരുന്നത്. കാര്യം ശരിയാണ്, BDJS എന്ന പാർട്ടി ഉണ്ടാക്കിയ അന്ന് മുതൽ ആ പാർട്ടി BJP-യുടെ NDA-യോടൊപ്പമാണ്. സത്യത്തിൽ ഈഴവ വോട്ടുകളെ LDF-ൽ നിന്നും വിഭജിപ്പിക്കാനും ഭിന്നിക്കാനും കാരണം BDJS എന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടല്ലോ എന്ന തോന്നൽ ഈഴവർക്കിടയിൽ ഉണ്ടാക്കാൻ BDJS-നെ കൊണ്ട് സാധിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൂത്തുവാരിയപ്പോൾ പോലും നേട്ടം കൊയ്യാനാവാതെ നട്ടം തിരിയുന്ന കൂട്ടരായി പക്ഷേ BDJS മാറി. ഇത് വലിയൊരു തിരിച്ചടിയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകിയത്. അതേസമയം രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് കൊണ്ടിറക്കിയപ്പോൾ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അദ്ദേഹം ഒരു ഉന്നതനായ നേതാവാണ് എന്നൊക്കെ തട്ടിവിട്ട വെള്ളാപ്പള്ളിയെ പിന്നീട് കണ്ടത് പിണറായിയുടെ കാറിലാണ്. അത്തരത്തിലൊരു ചുവടുമാറ്റം വെള്ളാപ്പള്ളി നേരത്തെ തന്നെ നടത്തിയിരുന്നു. അയ്യപ്പ സംഗമത്തിന് പിന്തുണ കൂടി അറിയിച്ചുകൊണ്ടായിരുന്നു മുഖ്യന്റെ കാറിൽ കയറിയുള്ള വിലസൽ നടത്തിയത്. അന്നു തൊട്ട് ഇന്നു വരെ അതൊരു വലിയ വാർത്തയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM എന്ന പാർട്ടിക്കും LDF എന്ന മുന്നണിക്കും ദോഷം ചെയ്തതും ഈ വെള്ളാപ്പള്ളി സേവ ഒന്നും മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ NDA വിടാൻ BDJS-നുള്ളിൽ സമ്മർദ്ദം കൂടിയിരിക്കുകയാണ്. NDA നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ പോലും BDJS-ന് വോട്ട് കുറഞ്ഞതാണ് അതൃപ്തിക്ക് കാരണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം പിടിച്ചെങ്കിലും BDJS മത്സരിച്ച സീറ്റുകളിലെല്ലാം വോട്ട് കുറയുകയാണ് ഉണ്ടായത്. BJP-യുടെ നിസ്സഹകരണമാണ് തോൽവിക്ക് കാരണമെന്നാണ് BDJS-ന്റെ ആരോപണം. BJP-ക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. BDJS മത്സരിച്ച തിരുവനന്തപുരം നഗരത്തിലെ വാർഡുകളിൽ BJP വോട്ട് UDF-ന് മറിച്ചുവെന്നാണ് ഇപ്പോഴത്തെ പറച്ചിൽ. ഇത് തുടങ്ങിയത് പക്ഷേ CPM-കാരാണ്. എന്നാൽ ആ UDF എങ്ങനെ ഈ തവണ 19 സീറ്റിലേക്ക് ഉയർന്നു എന്നതിന് ഉത്തരമില്ല. കഴിഞ്ഞ തവണ ആകെ 10 സീറ്റ് മാത്രമേ തിരുവനന്തപുരം നഗരസഭയിൽ UDF-നുണ്ടായിരുന്നുള്ളൂ. വാർഡ് വിഭജനം കൂടി പൂർത്തിയായതോടെ പേരെടുത്തു പറയാൻ പറ്റുന്ന 7 സീറ്റ് മാത്രമേ UDF-ന്റെ പോക്കറ്റിൽ പറയത്തക്കതായി ഉണ്ടായിരുന്നുള്ളൂ. ആ സീറ്റാണ് ഇത്തവണ ഒറ്റയ്ക്ക് 19 സീറ്റാക്കി UDF ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ BJP കോൺഗ്രസിന് വോട്ട് മറിച്ചുകുത്തി എന്ന വാദമൊന്നും തോറ്റതിന്റെ പിറ്റേ ദിവസം CPM-കാർ പറഞ്ഞു പരത്തേണ്ടതില്ല. അങ്ങനെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും BDJS-ന് 40 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് സീറ്റ് ലഭിച്ചത്. ഇവിടെ പലയിടങ്ങളിലും ബദൽ സ്ഥാനാർത്ഥികളെയും നിർത്തി. ലഭിച്ചതിൽ ഭൂരിപക്ഷം സീറ്റുകളും സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു. 23-ന് നടക്കുന്ന BDJS നേതൃത്വ യോഗത്തിൽ മുന്നണി മാറ്റമടക്കം ചർച്ചയാകും. 300ഓളം സീറ്റുകളിൽ മത്സരിച്ച BDJS 5 മാത്രമാണ് വിജയിച്ചത്. കൊച്ചി കോർപ്പറേഷനിൽ 13 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനിലും ഇതായിരുന്നു സ്ഥിതി. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ BDJS-ന്റെ സിറ്റിംഗ് സീറ്റ് BJP ഏറ്റെടുത്തിരുന്നു. ഇവിടെ പരാജയപ്പെട്ടതോടെ പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമായി. NDA-ക്ക് ആധിപത്യമുണ്ടായിരുന്ന ആലപ്പുഴ കോടന്തുരുത്ത് പഞ്ചായത്തിലും BJP ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 7 സീറ്റ് നേടിയിരുന്നിടത്ത് ഇത്തവണ 6 സീറ്റാണ് NDA-ക്ക് ലഭിച്ചത്. BJP-യുടെ ഏകപക്ഷീയ നിലപാടിനെ തുടർന്ന് പലയിടങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്താതെ BDJS-ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖറുമായും BJP ദേശീയ നേതൃത്വമായും തുഷാർ വെള്ളാപ്പള്ളിക്ക് മികച്ച ബന്ധമാണുള്ളത്. ഈ അടുപ്പമാണ് മുന്നണി വിടാൻ തടസ്സമാകുന്നതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് വെള്ളാപ്പള്ളി മറുകണ്ഠം ചാടുമ്പോഴും മോദിയെ പേടിച്ച് തുഷാർ വെള്ളാപ്പള്ളിക്ക് NDA മുന്നണി വിടാൻ പറ്റുന്നില്ല എന്ന് ചുരുക്കം. കാരണം ED മോദി വിളിച്ചാൽ ആ വിളിപ്പുറത്തുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പല കാരണത്താൽ BDJS NDA എന്ന മുന്നണിക്കുള്ളിൽ വീർപ്പുമുട്ടുകയാണ്. ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം.